കളങ്കാവൽ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ റിലീസ് ചെയ്യുന്ന ചിത്രം. ഒരുപാട് വ്യത്യസ്തത നമുക്ക് പറയാം. ഒന്ന്, വിനായകൻ നായകനാകുന്നു, മമ്മൂട്ടി വില്ലനാകുന്നു. അതിനൊരു വലിയ പ്രത്യേകതയില്ല. ഇപ്പൊ ഇക്കാലത്ത് മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ ഒരു നായകൻ ഒരു വില്ലനെ കൊണ്ടുവന്ന് നായകനായിട്ട് ഇതാക്കിയിട്ട് നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യുന്നതൊന്നും വളരെ കുറവാണ്. നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യുന്ന നായകന്മാർ തന്നെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. എല്ലാവരും താരപദവിക്ക് അനുസരിച്ചാണ് ചെയ്യുന്നത്. അന്നേരം അത് വെച്ച് നോക്കുമ്പോൾ മമ്മൂട്ടി ഇതിനകത്ത് വില്ലനാണ്, വിനായകൻ നായകനാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഇതിന്റെ കളങ്കാവലിന്റെ പാട്ടുകളെല്ലാം തമിഴ് പാട്ടുകളാണെന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. എല്ലാ പാട്ടുകളും തമിഴ് പാട്ടുകളാണ്. അത് അടിപൊളിയും തോന്നുന്നത് നമുക്ക് ഒരു 70-80കളിലൊക്കെ തമിഴ് സിനിമയിലുള്ള ഒരു പ്രത്യേക താളത്തിലുള്ള പ്രത്യേക ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഇളയരാജ ടൈപ്പ് പാട്ടോ അല്ലെങ്കിൽ അതുമായിട്ടൊക്കെ സിമിലർ ആയിട്ടുള്ള. എന്നാൽ ഇളയരാജ പാട്ട് ഒന്നും എടുത്തിട്ടില്ല, ഇവർ സ്വന്തമായിട്ട് കമ്പോസ് ചെയ്ത് റെഡിയാക്കിയതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ നല്ല രസമുണ്ട്. ഇത് പടത്തിനകത്ത് എങ്ങനെയാണോ പ്ലേസ് ചെയ്യുന്നത്, പടത്തിനകത്ത് ഇത് പ്ലേസ് ചെയ്യുന്ന പാട്ടിന്റെ രീതി എവിടൊക്കെയാണോ പ്ലേസ് ചെയ്യുന്നത്, ആ പ്ലേസ് ചെയ്യുന്നതോടെ വന്നു കഴിഞ്ഞാൽ ഈ പാട്ടെല്ലാം ചിലപ്പം ട്രെൻഡിങ് ആകാൻ ഇപ്പം തന്നെ കേൾക്കുമ്പോൾ രസമുണ്ട്. ആ പടമോടെ ഇറങ്ങിക്കഴിഞ്ഞ് ഈ പാട്ടിന്റെ പ്ലേസിംഗ് കൂടെ പക്കയാണെങ്കിൽ ഇതൊരു ട്രെൻഡിങ് ആകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കാരണം ഇങ്ങനെയുള്ള പാട്ടുകൾ അവിടാണ് ഒരു സീനുകൾ അനുസരിച്ച് കൃത്യമായിട്ട് പ്ലേസ് ചെയ്ത് കഴിയുമ്പം നമുക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടും. എന്തായാലും ഇപ്പം നിങ്ങൾ കേട്ട് നോക്കിയാലും ഇത് നല്ല രസമായിട്ടുണ്ട്. ഒരു പ്രത്യേക രീതിയിലാണ്. ഒരു നല്ല തോട്ടാണ്. ഇതിൻ്റെ ഫുൾ ക്രൂവിന്, അതിൻ്റെ ഡയറക്ടർ, അതിൻ്റെ റൈറ്റർ, പ്രത്യേകിച്ച് അതിൻ്റെ മ്യൂസിക് ഡയറക്ടറിന് കൈയ്യടി കൊടുക്കാവുന്ന സാധനമാണ്. മിക്കവാറും കളങ്കാവലിലെ പാട്ടുകളെല്ലാം ട്രെൻഡിങ് ആകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്.